എല്ലാവർക്കും നമസ്കാരം. മനേഷ് മോഹനാണ്. തോട്ട് ഫോർ ദ ഡേയുടെ 860ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നും സംസാരിക്കാൻ പോകുന്നത് പ്രസിദ്ധനായ ഇന്ത്യൻ എഴുത്തുകാരനായ ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ളൈ എഴുതിയ ദ സ്പോക്ക് ചാണക്യ എന്ന പുസ്തകത്തിന്റെ 190ാമത്തെ പോയിന്റിനെ കുറിച്ചാണ്. ഈ ഒരു പോയിന്റിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: മേക്ക് സ്ട്രാറ്റജിക് തിങ്കിങ് എ ഹാബിറ്റ്. സ്ട്രാറ്റജിക് തിങ്കിങ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മലയാള പരിഭാഷ കിട്ടിയിട്ടില്ല. എന്നാലും ഏകദേശം ഇങ്ങനെ പറയാം: നല്ല രീതിയിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ചിന്തകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ തന്ത്രം എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്കൊരു തോന്നലുണ്ടാവും, തന്ത്രം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് മോശപ്പെട്ട കാര്യത്തിനാണ്. ഒരിക്കലും അല്ല. നല്ല കാര്യങ്ങൾക്കും നല്ല 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 തന്ത്രങ്ങൾ അല്ലെങ്കിൽ നല്ല രീതികൾ നമ്മൾ മെനഞ്ഞെടുക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുക എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനു മുമ്പായിട്ട് അദ്ദേഹം ഒന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓരോ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താണ്? മിക്ക ആളുകളും ഒരുപക്ഷെ പറയുമായിരിക്കും, നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. ചില ആളുകൾ ഒരുപക്ഷെ പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില മതങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിന് ശേഷം വരെ എന്ത് ചെയ്യണം എന്നുള്ളത് മിക്ക ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എഴുന്നേറ്റ പാടെ കുറെ ആളുകൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, ദൈവത്തോട് നന്ദി പറയും. എനിക്ക് ഒരു പുതിയൊരു ദിവസം കൂടെ കിട്ടിയതിന് ഈ ജീവിതത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾക്ക് നന്ദി പറയും. പക്ഷേ അടുത്ത നിമിഷം തന്നെ നമ്മൾ പിന്നെ വിഷമിക്കാനാണ് തുടങ്ങുന്നത്. അയ്യോ, ഇത്രയും സമയമായല്ലോ, എനിക്ക് എഴുന്നേറ്റ് ഇന്ന് അവിടെ പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇപ്പം തന്നെ ലേറ്റ് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആകെ പിന്നെ അങ്ങ് വെപ്രാളമാണ്. അപ്പം ആ രീതിയിൽ നമ്മളൊരു ദിവസം ആരംഭിക്കുമ്പോൾ അതിൻ്റെ അവസാനം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന് പകരം ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക. ചിന്തിച്ച് വിഷമിക്കുക എന്നുള്ളതല്ല പറയുന്നത്, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സ്ട്രാറ്റജിക് തിങ്കിങ് എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറേ നാളായിട്ട് ചെയ്യാൻ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്നലത്തെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇന്ന് എനിക്ക് ഏത് രീതിയിൽ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു പോസിറ്റീവ് രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെയധികം എനർജി ആയിട്ടായിരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ആരംഭിക്കുന്നത്. ആ ആരംഭം തന്നെയാണ് ശരിക്കും ഏറ്റവും നല്ല ഒരു ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു മോട്ടിവേഷൻ ബുക്കും വായിക്കേണ്ട ആവശ്യമില്ല, ഒരു മോട്ടിവേഷൻ സ്പീച്ച് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നതിൻ്റെ നല്ലൊരു ആരംഭം തന്നെ ഇതാണ്. രാവിലെ എഴുന്നേറ്റ് നന്ദി പറയുക, കൃതജ്ഞത രേഖപ്പെടുത്തുക. ഒരു അല്പസമയം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയേക്കാം. പക്ഷെ മിക്ക ആളുകളും ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നത് തന്നെ. അതിന് പകരമായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ എനിക്ക് ഇന്ന് നേടിയെടുക്കാനുണ്ട്, എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, ഏത് രീതിയിൽ ആളുകളെ സഹായിക്കാം എന്നുള്ള പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ ഒരു ദിവസം തന്നെ അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായി മാറും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സന്തോഷം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മറ്റൊരു ഒരു ലെവലിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ മിക്ക ആളുകളും അല്ലെങ്കിൽ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയല്ലേ? അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇന്ന് മുതൽ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാളെ മുതലെങ്കിലും പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ ചിന്തിച്ച് അത് നമുക്ക് നടപ്പിലാക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവർക്കും അവരവർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും സാധിക്കട്ടെ. അതും സന്തോഷത്തോടു കൂടി തന്നെ നല്ലൊരു ജീവിതവും നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടി നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.